ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത്തരം എളുപ്പത്തിലും അതും കറിയൊന്നും ആവശ്യമില്ലാണ്ട് 10 മിനിറ്റ് കൊണ്ട് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇഡ്ഡലി മാവോ ദോശ മാവോ നമുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കതിനായിട്ട് ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് ഒരാൾക്ക് കഴിക്കുന്ന അളവിലേക്ക് കേട്ടോ. അതുകാരണം ഒരു ക്യാരറ്റ്, ഒരു വലിയ സൈസിലേക്കുള്ള ഒരു ക്യാരറ്റ് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു അളവിലേക്ക് ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു അളവിലേക്ക് മാത്രം വഴറ്റിയാൽ മതി. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനേക്കുള്ള കറിവേപ്പില അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മളതും കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗ്രേവി പോലെ വേണം കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ട് വേവിക്കണം. അപ്പോൾ അത് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതേ പാത്രത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച് വരട്ടെ. നല്ല തിളച്ച് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ നല്ല എണ്ണയും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല തിളച്ച് വന്നതിന് ശേഷമാണ്, അപ്പോൾ ഞാനിപ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി തിക്കായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു ലൂസിൻ്റെ മാവ്, അത് ഞാൻ കുറച്ച് പതുക്കെ ആയിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. രണ്ടും കൂടെ ഒട്ടാൻ പാടില്ല, രണ്ടും തനിച്ച് തന്നെ വേണം. അതുപോലെ ഞാൻ കുറച്ചൊന്ന് സെറ്റ് ആയതിനു ശേഷം വീണ്ടും കുറച്ചും കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാച്ചിലേഴ്സിനെയൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം കേട്ടോ. അവരൊക്കെ പെട്ടെന്ന് റെഡിയാക്കണം, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഇതൊരു വെറൈറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.